പാർലമെന്റിന്റെ ഇരുസഭകളും സമ്മേളിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് പരിഗണനയ്ക്ക് വരുന്ന ദിവസം കൂടിയാണിന്ന്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. लेकिन मैं माननीय अध्यक्ष महोदय आपके माध्यम से सदन को यह बताना चाहता हूं कि प्रधानमंत्री श्रीमान नरेंद्र मोदी जी के नेतृत्व में किसानों की आय बढ़ाने के लिए निरंतर प्रयत्न किए जा रहे हैं और उन प्रयत्नों को अगर आप देखें तो हमने 6 सूत्रीय रणनीति बनाई है। पहला, उत्पादन बढ़ाना, दूसरा, उत्पादन की लागत कम करना, तीसरा, उत्पादन के ठीक दाम देना, चौथा, अगर प्राकृतिक आपदा आए तो नुकसान की भरपाई करना, पांचवा, कृषि का विविधीकरण और छठवां, जैविक और प्राकृतिक खेती को प्रोत्साहन। और इन उपायों के परिणाम स्वरूप माननीय अध्यक्ष महोदय 2019 में പാർലമെന്റ് നടപടികൾ ആരംഭിച്ചു. ലോക്സഭയിലും രാജ്യസഭയിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ലോക്സഭയിലാണ് ഇന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ പരിഗണനയ്ക്ക് വരിക. മനു ഭരത് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. മനു, സർക്കാർ തൽക്കാലം ബിൽ പാസ്സാക്കുക, നിയമമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കടമ്പകൾ ഒരുപാട് കടക്കാനുണ്ട്. പക്ഷേ ബിൽ അവതരിപ്പിക്കുന്നതിലൂടെ തങ്ങൾ മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം, ഒരു നീക്കം, അതിന് തുടക്കം കുറിച്ചു എന്ന് പറയാം. ആ നീക്കമായിരിക്കും ഇന്നുണ്ടാവുക, അല്ലേ? സ്വാഭാവികമായും ഈ ശൈത്യകാല സമ്മേളനത്തിൽ ബില്ല് വരും എന്ന കാര്യം നേരത്തെ വ്യക്തമായിരുന്നു. ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ ബില്ല് എത്തും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. സ്വാഭാവികമായും ഇത് 3-2 ഭൂരിപക്ഷത്തോടെ ലോക്സഭയിൽ പാസ്സാക്കാനുള്ള അംഗബലം NDA സർക്കാരിനില്ല. അതുകൊണ്ട് തന്നെ മറ്റ് കക്ഷികളുടെ കൂടി പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ബില്ല് പാസ്സാക്കാൻ കഴിയൂ. ഏതായാലും ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഉള്ള കക്ഷികളുടെ പിന്തുണ ബില്ലിന് അനുകൂലമായി വരുമെന്നൊരു പ്രതീക്ഷ സർക്കാരിനുണ്ട്. പ്രത്യേകിച്ച് ഈ NDA സഖ്യത്തിന് പുറത്തുണ്ടായിരുന്ന ADMKയും YSR കോൺഗ്രസും ബിർജു ജനതാദളും ഒക്കെ ബില്ലിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു നിലപാടാണ് നേരത്തെ എടുത്തിരുന്നത്. ആ പിന്തുണ കൂടി ലഭിക്കുകയും മറ്റ് ആളുകളുടെ പിന്തുണ കൂടി ലഭിക്കുകയും ചെയ്താൽ ഒരു സമവായത്തിലെത്താൻ കഴിയും എന്ന ഒരു നീക്കം പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെ സമ്മർദ്ദത്തിലാക്കുക, അവർക്കകത്തുള്ള അഭിപ്രായ ഭിന്നത പുറത്തു കൊണ്ടുവരിക എന്ന കാര്യം കൂടി വരുന്നു. സമാജ്വാദി പാർട്ടി അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചേക്കും എന്നൊരു പ്രതീക്ഷ NDAക്കുണ്ട്. 2019 ലോ കമ്മീഷന് മുന്നിൽ സമാജ്വാദി പാർട്ടി ബില്ലിന് അനുകൂലിച്ച ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായും പല രാഷ്ട്രീയ പാർട്ടികളും കാലക്രമേണ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം വരും എന്ന കണക്കുകൂട്ടലുകൾ കൂടി NDA മുന്നണിക്കുണ്ട്. എന്നാൽ കോൺഗ്രസ് ഈ ബില്ലിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം വേണം എന്ന നിലപാടാണ്. ബില്ലിനെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുക്കുക എന്ന രീതി തങ്ങൾ അവലംബിക്കും എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. അത് പ്രാദേശിക വികാരം ഒപ്പം നിൽക്കും എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. അപ്പോൾ പ്രാദേശിക വികാരം ഒപ്പം നിർത്തുക, പ്രാദേശിക പാർട്ടികളെ ഒപ്പം നിർത്തുക, ഇത് പ്രാദേശിക പാർട്ടികൾക്ക് ഹാനികരമാകും എന്ന തരത്തിൽ ഇത് ഒരു വിശദീകരണവുമായി വരിക, അത് ഒരു രാഷ്ട്രീയ പിൻബലത്തിന് ഉപയോഗപ്പെടുത്തുക എന്ന ഒരു തന്ത്രം കോൺഗ്രസ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നു. പക്ഷേ BJP ഇന്ത്യ സഖ്യത്തിനകത്ത് പിളർപ്പുണ്ടാക്കാൻ, അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്താൻ ഈ ബില്ല് ഒരു ഘടകമാകും എന്ന് കരുതുന്നു. ഏതായാലും ഇതിനൊക്കെ അപ്പുറത്തേക്ക് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത സാമ്പത്തിക ബാധ്യത വരുന്ന ഇടവിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ മാറ്റിവെച്ചുകൊണ്ട് ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക, ഒപ്പം തന്നെ കൂടുതൽ പങ്കാളിത്തം തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടി നടത്തുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പൊതുവെ അംഗീകരിക്കപ്പെടും എന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. അത് വരും തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് അനുകൂലമായി ഒരു ചിത്രം ഉണ്ടാക്കുന്നതിന് സഹായിക്കും എന്നും വ്യക്തമാക്കുന്നു. ഏതായാലും ഇതിൽ പ്രാദേശിക കക്ഷികളുടെയൊക്കെ നിലപാട് വളരെ നിർണായകമാണ്. 364 അംഗങ്ങളുടെ പിൻബലത്തോടുകൂടി മാത്രമേ ലോക്സഭയിൽ ബില്ല് പാസ്സാകൂ. അല്ലെങ്കിൽ 100-ലധികം അംഗങ്ങൾ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം വേണം. BJP സഖ്യത്തിൽപ്പെടാത്ത അല്ലെങ്കിൽ NDA സഖ്യത്തിൽപ്പെടാത്ത 100-ലധികം അംഗങ്ങൾ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ ബില്ലിന് പാസ്സാക്കാം. പക്ഷേ ഇന്ന് എല്ലാ കക്ഷികളും അവരുടെ അംഗങ്ങൾ കൃത്യമായി ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വിപ്പ് നൽകിയിട്ടുണ്ട്. BJP അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്, NDA അംഗങ്ങൾ വിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ മറ്റ് പ്രാദേശിക പാർട്ടികളെല്ലാം അംഗങ്ങൾ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലൊരു സാഹചര്യത്തിന് വഴിയില്ല. ഇത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുക എന്നത് തന്നെയാണ്. കോൺഗ്രസിൻ്റെ കൂടി അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടാകും ഇനി ഈ ബില്ലിൻ്റെ ഒരു ഭാവി എന്ന് വേണം കരുതാൻ.
അതാണ് സാഹചര്യം. പക്ഷെ അപ്പോഴും നമുക്കറിയാം, നേരത്തെ മനു ചൂണ്ടിക്കാട്ടിയതുപോലെ ലോ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടത്തിയപ്പോൾ, പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം അഭിപ്രായങ്ങൾ തേടിയപ്പോൾ ഭൂരിഭാഗം രാഷ്ട്രീയ പാർട്ടികളും ഇതിനോട് യോജിക്കുന്ന പശ്ചാത്തലമായിരുന്നു. 32ഓളം രാഷ്ട്രീയ പാർട്ടികൾ യോജിച്ചു. പക്ഷേ അതേ നിലപാട് ഇപ്പോഴും അവരൊക്കെ തുടരുന്നുണ്ടോ എന്നുള്ളതാണ്. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. BJP സർക്കാരിന് BJPക്ക് ഒറ്റ കേന്ദ്രത്തിൽ ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യമുണ്ട്. BJP ഈ ബില്ല് നടപ്പിലാക്കിയാൽ അവർ ലക്ഷ്യം വെക്കുന്ന പലവിധ കാര്യങ്ങളുണ്ട് എന്ന സംശയം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അപ്പോൾ നേരത്തെ ലോ കമ്മീഷനോട് പറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾ നോക്കിയാൽ ഈ പാർട്ടികളൊക്കെ യോജിച്ചാൽ ബില്ല് പാസ്സാക്കാൻ എളുപ്പമാണ്. പക്ഷെ സംഭവിക്കുമോ എന്നുള്ളതും പ്രധാനമാണല്ലോ. സ്വാഭാവികമായും മാറുന്ന രാഷ്ട്രീയ സാഹചര്യം മാറുന്ന അഭിപ്രായത്തിൽ കലാശിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ മാറുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടിയാണ്. ഏതായാലും ഈ ബില്ല് പരിഗണനയ്ക്ക് വന്ന ഘട്ടത്തിൽ ശിവസേന അനുകൂലമായ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല ഈ ആസാം ഗണ പരിഷത്ത് പോലുള്ള പാർട്ടികൾ അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല. അതേസമയം ഇന്ത്യ സഖ്യം ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രംഗത്ത് വന്നു. അതേസമയം YSR കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ അനുകൂല നിലപാട് സ്വീകരിച്ചു. ബിർജു ജനത അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. ജാർഖണ്ഡ് മുക്തി മോർച്ച ഇത് അൺകണ്ടീഷണൽ ആൻഡ് ഇംപ്രാക്ടിക്കൽ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അന്ന് ലോ കമ്മീഷൻ അവരുടെ അഭിപ്രായം നൽകി. ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ആകട്ടെ ബില്ലിനെ അനുകൂലിച്ചു. അങ്ങനെ തെലങ്കാന രാഷ്ട്ര സമിതി ബില്ലിനെ അനുകൂലിച്ചാണ് വന്നത്. TDP അന്ന് BJPക്ക് ഒപ്പമായിരുന്നില്ല. TDP ബില്ലിനെ എതിർത്ത് കൊണ്ട് രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ BPF ഈ ബില്ലിനോട് അനുകൂലം ആയ ഒരു നിലപാടാണ് വ്യക്തമാക്കിയത്. CPI ആകട്ടെ ഇത് ശക്തമായ അല്ലെങ്കിൽ ഇടതു പാർട്ടികൾ ശക്തമായി എതിർക്കുന്ന സാഹചര്യം. അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങളാണ് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. ഇതൊരു BJPക്ക് ഒരു സമവായം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കും. ഏതായാലും ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിൽ കൂടുതൽ അംഗങ്ങൾ സ്വാഭാവികമായും അംഗബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുമ്പോൾ BJPക്ക് ഉണ്ടാകും. ഒപ്പം മറ്റ് പാർട്ടികളിൽ നിന്നുള്ള പ്രതിനിധികൾ കൂടി ഉണ്ടാകും. സ്വാഭാവികമായും അവർക്ക് കൂട്ടായിരുന്ന് ആലോചിച്ച് ഒരു പുതിയ നിർദ്ദേശങ്ങൾ കൂടി അംഗീകരിപ്പിച്ചുകൊണ്ട് ബില്ലിനെ കുറെ കൂടി പ്രായോഗികമായ തലത്തിൽ അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരിശോധനയാണ് വരാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ വന്നാൽ ഒരു അനുകൂല നിലപാട് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ NDA വെച്ച് പുലർത്തുന്നു. അത് എങ്ങനെ ഉരുത്തിരിയും എന്നത് പക്ഷേ നമുക്കിപ്പോൾ മുൻകൂട്ടി പ്രവചിക്കാൻ ആകാത്ത ഒരു സാഹചര്യം എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. തീർച്ചയായും. ഏതായാലും ബില്ല് ഇന്ന് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക്, ലോക്സഭയുടെ പരിഗണനയ്ക്ക് വരികയാണ്. എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ലോക്സഭയിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. പതിവിൽ നിന്ന് വിഭിന്നമായി വലിയ പ്രതിപക്ഷ ബഹളങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബില്ല് ഇന്ന് പാർലമെന്റിൽ വരികയാണ്. തത്സമയം From 2018 December to 2019 April, whoever is having the lands are only considered for the PM Kisan, sir. But after that, so many of the farmers have done gift deeds, sale deeds, or they have given it to the children. But those are not being updated for the last 5 years. Because of this, there are 62,000 farmers which are losing out on PM Kisan, sir. Not only in our state, but across other states and other states as well, sir. So, if the minister can tell us when this data can be updated, so that these farmers also get benefited. माननीय मंत्री जी, thank you very much. माननीय अध्यक्ष महोदय, भारत सरकार लगातार प्रधानमंत्री किसान सम्मान निधि के लाभ से अगर कोई किसान वंचित है तो उसको जोड़ने के लिए अभियान चलाती रहती है. अभी विकसित भारत संकल्प यात्रा के दौरान लगभग 1 करोड़ नए किसानों के नाम जोड़े गए किसान सम्मान निधि में. ഇന്നലെ നമ്മൾ പ്രിയങ്ക ഗാന്ധി